നമസ്കാരം. നിറങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. രണ്ട് നിറങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തേതായ നിറം പിങ്ക് നിറമാണ്. രണ്ടാമത്തെ നിറം വയലറ്റ് ആകുന്നു. ഈ രണ്ട് നിറങ്ങളിൽ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നിറമായ പിങ്ക് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. വളരെയധികം ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും പല വ്യക്തികൾ കൊണ്ടും സംഭവിക്കാൻ പോകുന്നതോ സംഭവിച്ചതോ ആയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ദുഃഖമുണ്ട്, ആശങ്കകളുണ്ട്. തന്മൂലം പലവിധ മനക്ലേശങ്ങളാൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും ഇതിൽ നിന്നും ഒരു മുക്തി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ളതായ ഈ ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാൻ സാധിക്കും. ഇഷ്ടദേവതയെ ഭജിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. കാര്യ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്ത് ചെയ്താലും തടസ്സങ്ങൾ വന്നു ചേരുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ ഒരു കാര്യവും നിങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകാത്തതായ സാഹചര്യം, പ്രതീക്ഷിക്കുന്നതായ ലാഭം നിങ്ങളുടെ കൈവശം വന്ന് ചേരാത്തതായ സാഹചര്യം, ഇത്തരത്തിൽ പലവിധ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നു എന്നതാണ് വാസ്തവം. ഇതിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. കാര്യ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അകലാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കാര്യ തടസ്സങ്ങൾ അകന്ന് മനസ്സിലുള്ള പലവിധ ദുഃഖങ്ങളെയും തരണം ചെയ്ത് പോസിറ്റീവായ ഊർജം മനസ്സിൽ നിറച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇപ്പോൾ അനുഭവിക്കുന്നത് താൽക്കാലികമായ ദുഃഖങ്ങൾ മാത്രമാണ്. ആ ദുഃഖങ്ങൾ തരണം ചെയ്യുവാനും മുന്നോട്ട് പോകുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഒരിക്കലും തളർന്നു പോകരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. തളർന്നു പോവുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അവസരങ്ങൾ നഷ്ടമാകുന്നതിന് കാരണമായി തീരും. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോവുക. പണത്തിന് വളരെയധികം ആവശ്യം നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ പണം ലഭിക്കാത്തതിനാൽ പല കാര്യങ്ങളും നടക്കാത്തതായ സാഹചര്യമോ മാറ്റി വച്ചിരിക്കുന്നതായ സാഹചര്യമോ ഉണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. തീർച്ചയായും അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമായി തീരും. പണം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. എന്നാൽ ചില നഷ്ടങ്ങൾ സംഭവിച്ചതിനാലും പണം നഷ്ടപ്പെട്ടു എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. ചില സഹായങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ധനം നിങ്ങളുടെ കൈവശം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. തുടക്കം ചില തടസ്സങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും ആ പണം നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികൾക്കും അത് പരിഹാരമാവുകയും ചെയ്യാം. അതിനാൽ തീർച്ചയായും ആ കാര്യത്തിന് പ്രാധാന്യം നൽകണം. ഇപ്പോൾ അനുഭവിക്കുന്നത് താൽക്കാലികമായ ദുഃഖം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. വിചാരിച്ച കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കാത്തതായ അവസ്ഥ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാക്കുന്നു എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങൾ വിചാരിച്ചതായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങൾക്ക് ഐശ്വര്യവും ഉയർച്ചയും നൽകുന്നതായ കാര്യങ്ങളായി മാറുകയും ചെയ്യും. വിദ്യയിൽ തടസ്സങ്ങൾ നേരിടുന്നു എന്നതും വാസ്തവമാണ്. അഥവാ വിദ്യയിൽ ഉയർച്ച നേടുവാൻ അല്പം പ്രയാസപ്പെടുന്നതായ സാഹചര്യങ്ങളുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. വിദ്യയിലെ പലവിധ തടസ്സങ്ങളും അകന്നു പോകുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും.
എന്നാൽ ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് ഇഷ്ടദേവതയ്ക്ക് വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. ഇഷ്ടദേവതയുടെ കവച മന്ത്രങ്ങൾ ജപിക്കുവാൻ പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്രമേണ സുഖം, ഐശ്വര്യങ്ങൾ കടന്ന് വരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ സൗഖ്യവും തടഞ്ഞു നിർത്തപ്പെട്ടതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് യഥാവിധി കടന്ന് വരിക തന്നെ ചെയ്യും. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിക്കാത്തതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വന്ന് ഭവിക്കുന്ന സമയം കൂടിയായി മാറും എന്ന കാര്യം ഓർക്കുക. താൽക്കാലികമായി അനുഭവിക്കുന്ന ആ ദുഃഖ ദുരിതങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭൂമി സംബന്ധിച്ചാണ് എങ്കിലും ധനം അഥവാ പണം നിങ്ങളിലേക്ക് വന്നു ചേരും. വീട് വയ്ക്കുവാനുള്ള അവസരങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഫലങ്ങൾ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് പോലും വന്നു ചേരാം. രണ്ടാമത്തെ നിറമായ വയലറ്റ് നിറമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. കാര്യവിജയങ്ങൾ ആഗ്രഹിക്കുകയും എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കാത്തതായ അവസ്ഥ, പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങളിൽ പോലും തിരിച്ചടികൾ വന്ന് ചേരുന്നതായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഉയർച്ച, നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ യഥാർത്ഥ ഉയർച്ച വന്ന് ചേരാത്തതായ സാഹചര്യങ്ങളുണ്ട്. അതിൽ ചില തടസ്സങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. അത്തരം പ്രശ്നങ്ങളെ കണ്ടെത്തി പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. യഥാവിധി ശരിയായ രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ പലവിധ തടസ്സങ്ങളെയും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ അല്പം സമയമെടുത്ത് തന്നെ അത്തരം കാര്യങ്ങൾക്കായി പരിശ്രമങ്ങൾ നടത്തുക. കലഹങ്ങൾ ജീവിതത്തിലുണ്ട്. അത് വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും അതല്ല മറ്റു ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങളുണ്ട്. പിന്നീട് അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ സാധിക്കാതെ നിൽക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരം ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പ്രധാനമായും കുടുംബത്തിലുള്ള കലഹങ്ങൾ പെട്ടെന്ന് തന്നെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിട്ടുവീഴ്ച മനോഭാവത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ പല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കുടുംബത്തിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടും സഹോദരിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ആ പ്രശ്നങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒഴിവാക്കി തുടക്കം കുറിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. സ്വരച്ചേർച്ചക്കുറവിന് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിലൂടെ തന്നെ അത്തരം പ്രശ്നങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഇപ്പോൾ പണം ഇല്ലാത്തതിനാൽ പല കാര്യങ്ങളും നടക്കാത്തതായ അവസ്ഥ അല്ലെങ്കിൽ മുൻപ് സംഭവിച്ചതുപോലെ നടക്കാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. അത്തരം പ്രശ്നങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും അത് പരിഹരിക്കുവാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാവുന്നതാണ്. പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല. എന്നാൽ ക്രമേണ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്നതാണ്. മനക്ലേശങ്ങൾ ജീവിതത്തിലുണ്ട്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുന്നതായ മനക്ലേശങ്ങൾ തന്നെയാകുന്നു. അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മനക്ലേശങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിന് ചില വ്യക്തികളുടെ സഹായവും നിങ്ങൾക്കുണ്ടായി എന്ന് വരാം. ചില വ്യക്തികളുടെ ആശ്വാസം നൽകുന്നതായ വാക്കുകൾ നിങ്ങൾക്ക് വളരെയധികം ഊർജം നൽകും. പിന്തുണ, ഊർജം നൽകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. തന്മൂലവും മനക്ലേശങ്ങൾ ഒഴിയുകയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അല്പം കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ഉള്ളത് എന്ന കാര്യവും ഓർക്കുക. ധനം ആവശ്യത്തിന് വന്നു ചേരുന്നു എങ്കിൽ പോലും ചില അവസരങ്ങളിൽ ചെലവ് വർദ്ധിക്കുന്നതിനാൽ പണം കയ്യിൽ നിൽക്കാത്തതായ സാഹചര്യത്താലും സാമ്പത്തിക പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട്. അത്തരം ചിലവുകളിൽ ഏതാണ് ഒഴിവാക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ധനം ആവശ്യത്തിന് നിങ്ങളുടെ കൈവശം വന്ന് ചേരുന്നതായ ചില സാഹചര്യങ്ങൾ ഭാവിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം ധനലാഭത്തിനുള്ള ചില വഴികൾ മറ്റു ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്.
അത്തരം സാഹചര്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾ മറക്കാതിരിക്കണം എന്ന കാര്യവും ഓർക്കുക. വിദ്യാഗുണം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഉയർച്ച ഭാവിയിലാണ് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കർമ്മരംഗത്ത് നിങ്ങൾ വിചാരിച്ചതായ ചില നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കർമ്മരംഗത്ത് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അത്തരം അവസരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. പല കാര്യങ്ങളിലും വിജയം നേടുവാനുള്ള അവസരങ്ങൾ, നിങ്ങൾ മൂലം വിജയിച്ചു എന്ന തോന്നൽ മറ്റുള്ളവർക്ക് പോലും പ്രകടമാകുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. വിദേശവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ചില തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങളുടെ പരിശ്രമങ്ങളാലും ശ്രമങ്ങളാലും സാധിക്കും എന്ന കാര്യവും ഓർക്കുക. മുടങ്ങിക്കിടക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. വാഹനം, വീട് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഗുണാനുഭവങ്ങൾ അല്പം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലവിധ തടസ്സങ്ങൾ തുടക്കത്തിൽ ഉണ്ടാകും എങ്കിൽ പോലും അത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ അല്പമൊന്ന് പരിശ്രമിക്കുകയാണ് എങ്കിൽ ഈ കാര്യങ്ങൾ നടക്കും എന്ന് തന്നെ പരാമർശിക്കാം.